അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. ഒരു സൺഡേ വ്ളോഗാണ്. സോ ബ്രഷ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഒരു ബോട്ടിൽ വെള്ളം കുടിക്കും. ഇന്ന് രാവിലെ തന്നെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. നൈക്കയിൽ നിന്നാണ് വൈറ്റമിൻ സി സിറം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ഒരു ഫ്രീ ആയിട്ട് നമുക്ക് മിനി ഫേസ് വാഷ് ഉണ്ട്, പ്ലമ്മിൻ്റെ തന്നെയാണ്. ഞാൻ ഇതുവരെ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്തിട്ടില്ല ഇവരുടെ, പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. അത്യാവശ്യം നല്ലൊരു ഗ്ലോ നമുക്ക് തരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഞാൻ ഫ്രൂട്ട്സാണ് കഴിക്കുന്നത്. ഇപ്പോൾ ലൈറ്റായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ റമളാനൊക്കെ തുടങ്ങിയല്ലോ. പണ്ടെങ്ങോ സേവ് ചെയ്ത് വെച്ച വീഡിയോ കണ്ടിട്ട് ഇപ്പോഴാണ് ഞാൻ ട്രൈ ചെയ്തത്. ഫ്ലോപ്പ് ആവാതെ ബെറ്ററായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് നട്ട്സും കൂടി ആഡ് ചെയ്താൽ അടിപൊളിയായിട്ട് കിട്ടും. സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലോത്ത് ഉണ്ടായിരുന്നു നമുക്ക് വാഷ് ചെയ്യാനായിട്ട്. അതെല്ലാം നമ്മൾ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട്. പിന്നെ വേഗം പോയി ഫ്രഷായി. ഈ ഒരു ഔട്ട്ഫിറ്റാണ് ഞാൻ വെയർ ചെയ്തത്. എപ്പോഴത്തെയും പോലെ ആസ്വദിക്കണേന് ഗൈസ്. പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിലും വെറുതെ കണ്ണാടി വെക്കണ സോ നിങ്ങൾക്ക് കാര്യങ്ങൾക്കുണ്ടാവും. എന്താ ആസ് യൂഷ്വൽ നമ്മൾ ഇതിന് ഫേസ് വാഷ് യൂസ് ചെയ്തു. ഫേസ് വാഷ് അപ്ലൈ ചെയ്തതിന് ശേഷം വൈറ്റമിൻ സി സീറം അപ്ലൈ ചെയ്തു. 2-3 ഡ്രോപ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. 15% ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇറിറ്റേഷൻ എടുക്കാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് യൂസ് ആയതുകൊണ്ട് തന്നെ വൈറ്റമിൻ സി സീറം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പ്ലമ്മിൻ്റെ ഫസ്റ്റ് ടൈമാണ്, സോ റിസ്ക് എടുക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ നമ്മൾ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. പോൺസ് ഞാൻ ഒരുപാട് നാളായി യൂസ് ചെയ്യുന്നത്. ഓയിലി സ്കിന്നുള്ളവർക്കും ഡ്രൈ സ്കിന്നുള്ളവർക്കും സ്യൂട്ടായി പോകുന്നൊരു മൈൽഡായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് പോൺസിൻ്റെത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്ത് അതവിടെ ഹൈഡ്രേറ്റ് ആയിരിക്കും. ഇപ്പോൾ വീട്ടിൽ ഇൻഡോർ ആയതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല. വേറെ സിറംസോ പീൽസോ ഒന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. കാരണം സ്കിൻ നമ്മളെപ്പോഴും കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. എൻ്റെ സ്കിന്നിൽ പിന്നെ പ്രത്യേകിച്ച് കൺസേൺസ് ഒന്നുമില്ല. ആക്നിയോ ബ്ലാക്ക് ഹെഡ്സോ അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് യൂസ് ചെയ്യുന്നുള്ളൂ. അത്യാവശ്യം മെസ്സി ആയി കിടക്കുന്ന ഇത് നമുക്ക് വിചാരിച്ച് വെക്കും ഓർഗനൈസ് ചെയ്യാനായിട്ട്. ഞാനൊരു ഓർഗനൈസർ വാങ്ങിയിട്ടുണ്ട് മീഷോന്ന്, നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ഇപ്പം നമ്മൾ ബീഫ് കറിയാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ പക്ഷേ ബെസ്റ്റ് സ്പെഷ്യൽ വണ്ണാണ് ബീഫ് കറിയും നെയ്ച്ചോറും. ഒരേ പൊളി അല്ലേ, നല്ല കോംബോ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. ബിരിയാണിയോടൊപ്പം തന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. ഇതിൽ കുറച്ച് അച്ചാറും പരിപ്പുടച്ചതും ചിക്കൻ പൊരിച്ചുകൊണ്ടെങ്കിൽ അടിപൊളിയായി. ഷുഗർ ക്രേവിങ്സ് കാരണം ഫ്രൂട്ട് സലാഡ് കഴിച്ചു. പിന്നെ നമ്മൾ ഗാർഡനിൽ പോയി. ഈവനിങ് ആയി. ഒരുപാട് പ്ലാൻസ് ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ജീവനാണ്. സമ്മർ ആയതുകൊണ്ട് തന്നെ എല്ലാം വാടിയിരിക്കണം. ഓഫീസിൽ പോകുന്നതുകൊണ്ട് തന്നെ ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ പരിപാലനമൊക്കെ സൺഡേക്ക് വെച്ചേക്കാണ്. ഒരുപാട് ചില്ലീസൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളെടുത്ത് നമ്മൾ വിത്തിട്ട് മുളപ്പിച്ച് അതേപോലെ അതിന് പൂവായി ഫലമായി. അത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. 1 വീക്ക് കൊണ്ട് ഇത്രയും നമുക്ക് കിട്ടി. അങ്ങനെ അവിടെ നിന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇനിയെങ്കിലും ശ്രദ്ധിക്കണം, ടൈം കണ്ടെത്തണം എന്ന് വെച്ചിട്ട് എല്ലാത്തിനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാട് പോലെ ആയ ഗൈസ്. ഞാനൊന്നും വൃത്തിയാക്കാനായിട്ട് ടൈം കിട്ടിയിട്ടില്ല. അത് നെക്സ്റ്റ് വീക്ക് റെഡിയാക്കണം ഇൻഷാ അല്ലാഹ്. കുറച്ച് മുറ്റുള്ളൂ. പിന്നെ ബാക്ക് യാർഡിലാണെങ്കിൽ കിളത്തോട്ടമുണ്ട് ഉമ്മിയുടെ. ഫ്രണ്ടിൽ വന്നിട്ട് കുറച്ച് പ്ലാന്റ്സ് ആണ്. ഇത് ഞാൻ എപ്പോഴും കെയർ ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണ്. കാരണം ഞാനിത് എൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. എനിക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാം, എപ്പോഴും കെയർ ചെയ്യുക, വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഓഫീസിൽ പോകുമ്പോൾ മുമ്പ് എന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടേ പോവുള്ളൂ. ഇനി പോകുകയുമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രേസാണ്. ഈ ഒരു വൈറ്റ് മാത്രമേ ഉള്ളൂ, ഇനിയും വാങ്ങണം ഒരുപാട്. പിടിച്ചതായിരുന്നു, പിന്നെ ഈ വെയിലൊക്കെ വന്നുകൊണ്ട് തന്നെ നശിഞ്ഞു പോയി. പിന്നെ നമ്മൾ ടീ ഒന്നും കുടിക്കില്ല, സോ അതിന് പകരം നമ്മൾ ഗ്രീൻ ടീ ആണ് കുടിക്കണേ. ഗ്രീൻ ടീയുടെ ഒപ്പം നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നട്ട്സ്. ഇതിലിപ്പോൾ ഞാൻ വാൾനട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചിക്കു ആണ് ഞാൻ ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തേക്കുന്നത്. ചിക്കു കട്ടൊക്കെ ചെയ്തതിന് ഭയങ്കര ഇഷ്ടമുള്ള ഫ്രൂട്ടാണ് ചിക്കു. അതുപോലെ തന്നെ പ്ലം, ഗ്രേപ്സ്, അങ്ങനെ കുറേ ഉണ്ട്. കിവി, ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, വാൾനട്ട്സ് ഉണ്ട്, കാഷ്യൂനട്ട് ഉണ്ട്, പിസ്ത ഉണ്ട്, ബദാം ഉണ്ട്. ഇതെല്ലാം കഴിച്ച് ഡയറ്റാണെന്ന് വെച്ചാൽ ഡയറ്റൊന്നുമില്ല, ചീറ്റ് മീലാണ്. ഇതെൻ്റെ പുതിയൊരു ഹാബിറ്റാണ്. ഞാൻ പൈസയൊക്കെ എങ്ങനെ ചിലവാക്കുന്നു, എന്തിനൊക്കെ ചിലവാക്കണം, നെക്സ്റ്റ് മന്ത് എന്തെല്ലാം എക്സ്പെൻസ് ഉണ്ട്, നെക്സ്റ്റ് മന്ത് ആകുമ്പോൾ നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ അധികം ചിലവാക്കിയെന്നും എത്രയൊക്കെ നമ്മൾ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നും നമുക്കിത് മനസ്സിലാവുന്ന ഒരു ഫോർമാറ്റാണ്. പ്രോപ്പറായിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ലൈഫൊക്കെ സ്മൂത്തായിട്ട് പോകും. എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും എവിടെയൊക്കെ അധികം യൂസ് ചെയ്തെന്നും ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഡിന്നറായിട്ട് നമ്മൾ ബ്രെഡ് പിസ്സ കഴിച്ചു. കുറച്ച് ക്യാപ്സിക്കും ചീസും എഗ്ഗും വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുത്തത്. കാണാൻ വലിയ മഞ്ചില്ലെങ്കിലും കഴിക്കാൻ രസമുണ്ടായിരുന്നു കേട്ടോ.
സിമ്പിളായിട്ടുള്ള ഡിന്നർ മതിയായതുകൊണ്ട് തന്നെ വേഗം കഴിച്ചിട്ട് കിടന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇഷ്ടമെങ്കിൽ മറക്കാതെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.